Hello friends, welcome to MOTOYOB. In this video, we KTM 390 Adventure handlebar racing. That's 1 inch. We use the carbon racing in 1 inch races. So, we install നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഊരുന്നതും എങ്ങനെ ഇടുന്നതും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിജിത്ത്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ആളെ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം നമ്മൾ രണ്ട് സെക്ഷൻസാണ് ഉള്ളത്. ഇതിൽ ഈ രണ്ട് സെക്ഷൻ 4 സ്ക്രൂകളാണ്. അത് എല്ലെങ്കിൻ്റെയാണ്. നമ്മൾ ജസ്റ്റ് അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ലൂസാക്കാൻ പറ്റും. 1 ഇഞ്ചിൻ്റെ റേസർ ആയതുകൊണ്ട് നമുക്ക് കേബിൾസ് ഒന്നും മാറ്റണ്ടെന്നാണ് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് പറ്റുമോ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മളിത് സ്ക്രൂ ഊരുന്നു, ഹാൻഡിൽ ഫ്രീ ആക്കുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട്, 2 എണ്ണം വരുന്നുണ്ട്. ആ 2 എണ്ണം ഊരി കഴിഞ്ഞ ശേഷം അത് കമ്പനി ബോൾട്ടുകൾ മാറ്റിയതിന് ശേഷം കാർബൺ റേസേഴ്സിൻ്റെ അപ്പം കിട്ടുന്ന 2 വലിയ ബോൾട്ടുകളുണ്ട്, അത് ഫിക്സ് ചെയ്യണം. കാരണം നമ്മൾ റേസർ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വലിപ്പമുള്ള സാധനം ഫിറ്റ് ചെയ്യണം. ആ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇനിയുള്ളത് 2 ബോൾട്ടുകളാണുള്ളത്, വലിയ 2 ബോൾട്ടുകൾ. അത് നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർബണിൻ്റെ സാധനം ഫിറ്റ് ചെയ്യാം. ഈ സെൻറ്ററത്തെ ബോൾട്ട് വരാൻ അത്യാവശ്യം കഷ്ടപ്പാടാണ്. കാരണം അത്യാവശ്യം ഒരു മെഷീൻ ടൈറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് നമുക്കത് ഊരിയെടുക്കാൻ. എന്നെക്കാട്ടും വലിയ മല്ലനായതുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷയില്ല, അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് സെൻട്രൽ ബോൾട്ട് ഊരാൻ. 2 ഊരി കിട്ടാൻ കുറച്ച് അത്യാവശ്യം എന്തായാലും കഷ്ടപ്പാടാം. നമ്മളെ മല്ല കുറച്ച് പിടിച്ചു തന്നോണ്ട് ബാക്കി നമുക്ക് കിട്ടി. യെസ്, സാധനം ലൂസായി കിട്ടി. ഓ കൂൾ. അത്യാവശ്യം KTM നല്ല ടൈറ്റാക്കിയിട്ടാണ് ഫിറ്റിന്. യെസ്, ഇതാണ് നമ്മളെ സ്റ്റോക്ക് റേസേഴ്സ് ഉള്ളത്. ഇനി നമ്മൾ കാർബൺ റേസിങ്ങിൻ്റെ റേസേഴ്സ് ഫിറ്റ് ചെയ്യും. ഒന്ന് നമ്മൾ ഊരി നമുക്ക് ഒന്നുകൂടി ഊരാണ്ട്, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് ബോൾട്ട് നമ്മളിത് മാറ്റുകയാണ്, ഇത് വലിച്ച്. കാരണം നമുക്ക് സ്റ്റോക്ക് 2 കൂടി വരുമ്പോൾ എന്തായാലും വരും. ഇതെങ്ങനെയാണ് ഫിറ്റ് വരിക, ഇത് സെൻറ്ററിൽ കൂടെ വരും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ഫിറ്റാവും. ഇതാണ് നമ്മൾ താഴത്തേക്ക് പോവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക സാധനം. ഇതേമാതിരി സെയിം വരും. യെസ്, ഇതിന് നമ്മളിത് എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 2 നോച്ചുകളുണ്ട്. ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ചും. നമുക്ക് കണ്ട ഇത് കണ്ട ഇവിടെ ഒരു വെട്ടും ഇവിടെ ഒരു വെട്ട് പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചാലേ ഇത് അളകാതിരിക്കുള്ളൂ. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെയും പൊന്തിയിട്ട് കിടക്കണം, ഇവിടെയും പൊന്തിയിട്ട് കിടക്കണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു നോച്ചിൻ്റെ ഇടയിൽ കറക്റ്റ് ഫിക്സ് ചെയ്യുന്ന രൂപത്തിൽ വെക്കണം നമ്മൾ. കണ്ടോ, ഈ നോച്ചും കൂടി ഫിക്സ് ആയിരിക്കണം എപ്പോഴും. അപ്പം കണ്ടോ, അളകില്ല, അങ്ങനെയാണ് വെക്കേണ്ടത്. കണ്ടോ, ഇതിൽ കുടുങ്ങി, ഈ ഗ്യാപ്പിൽ കുടുങ്ങിയ കാരണം കറക്റ്റായിട്ട് അളവില്ല. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് കറക്റ്റ് സെറ്റപ്പിലാണ് ഞാൻ വെച്ചത്. ഇനി ഇത് ടൈറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ 2 ചെയ്യും. ടൈറ്റ് ആക്കട്ടെ.
ഫസ്റ്റത്തെ ഈ ലോക്കലും കൊടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലോക്കലും കൊടുക്കണം. നമ്മളെ മല്ലനെ കൊണ്ട് നമ്മൾ പ്രോപ്പർ ടൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് മാക്സിമം. കാരണം നമ്മുടെ ഹാൻഡിലായതുകൊണ്ട് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്നതായതുകൊണ്ട് പക്കാ ടൈറ്റ് വേണം അതിന്. നമ്മളതിൽ മിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാൻ പവർ തന്നെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ. ഇതുണ്ടോ, കാരണം സൈഡിലേക്ക് വരുന്ന രൂപത്തിലാണ് ഞാൻ രണ്ടും ചെയ്തത്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി നേരെ ഹാൻഡിൽ വെക്കുന്നു, ഇത്രേ ഉള്ളൂ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ 4 ബോൾട്ടും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ സെറ്റ്. കാരണം ബാക്കി കേബിൾ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ചിന് നമുക്ക് എക്സ്ട്രാ കേബിൾ കാര്യങ്ങളൊന്നും വേണ്ട. കേബിൾ ഇപ്പോഴത്തെ സപ്പോർട്ടിങ് തന്നെ മതി. ഇനി ഉണ്ടെങ്കിൽ തന്നെ ക്ലച്ച് കേബിളാണ് നമുക്ക് വേണ്ടത്. നോക്കാനുണ്ട്. അടുത്ത മോൾബോയ് എഞ്ചിനീയർ എന്താണെന്ന് കണ്ടെത്തി. പക്ഷെ അത് ടച്ചാക്കല്ലേ, ഞാൻ ഇരുന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കണം. ബാക്കോട്ട് ഫ്രണ്ടോട്ട് വെക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഗൈസ്, ഈ 2 സാധനങ്ങൾ വെച്ചതിന് ശേഷം 4 ബോൾട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മളെ പരിപാടി. ഇനി നമ്മൾ ഇരുന്നിട്ട് നമ്മളെ ഹൈറ്റ് എങ്ങനെ ഉണ്ട്, എത്ര ഉണ്ട് എന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഓൾ സെറ്റ്. നമ്മളെ കേബിളൊക്കെ കറക്റ്റ് തന്നെയാണ്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. എല്ലാ കേബിൾസും കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഇതിന് അഡ്വൈസ് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ 1 ഇഞ്ച് റേസേഴ്സിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഹൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഹൈറ്റിന് ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഹൈറ്റിനെ വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റൈഡ് പോയി നോക്കേണ്ടി വരും നമുക്ക് എങ്ങനെ ഉണ്ട്, കറക്റ്റാണോ അല്ലേ എന്നുള്ള കാര്യം, എല്ലാം കംഫർട്ടാണോ എന്നുള്ളത്. ഒന്നും കൂടി ഒന്ന് ആയാസത്തോടെ ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. മറ്റേ കുറച്ച് ഫ്രണ്ട്ലി ഈ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്ന ഹാൻഡിൽ, കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി അപ്രൈറ്റ് പോലെ ഇരിക്കുന്ന ഉണ്ട്, ബോഡി ഫുള്ള്. അതേമാതിരി നമുക്ക് നീറ്റിക്കുമ്പോഴും കുറച്ചും കൂടി കംഫർട്ടാണ്. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ബാർ റേസേഴ്സ് ഫിറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ആക്സിലേറ്റർ കേബിൾ ഒരു കുഴപ്പമില്ല, കാരണം ഇത് കേബിളല്ല, ഇത് റൈഡ് ബൈ വയർ ആണ്. അതുപോലെ ക്ലച്ച് മാത്രമേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്ലച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 1 ഇഞ്ച് റേസേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് കേബിൾസോ ഒരു കാര്യവും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. സൂപ്പർ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ.